വിരിഞ്ഞു നിന്ന താരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്ക് വയ്ക്കു ഞങ്ങളിൽ. വിരിഞ്ഞു നിന്ന താരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്ക് വയ്ക്കു ഞങ്ങളിൽ. സമസ്ത സുന്ദരോജ്വല പ്രഭാതകാന്തി ചിന്തിടും സുമംഗളായിടാവു ഞങ്ങൾ ഭാരതത്തിൻ ഭാവിയിൽ. ലോവർ ബോഡിക്കുള്ള എക്സസൈസ് ചെയ്യാൻ വേണ്ടി കൂടുതൽ നമ്മുടെ ലെഗ് പ്രസ് മെഷീനാണിത്. നമുക്ക് കൊല്ലം ജില്ലാ പഞ്ചായത്ത് നവീകരിച്ച് നൽകിയ ഈ ഓഡിറ്റോറിയത്തിൻ്റെയും നമ്മുടെ ഇൻഡോർ ഫിറ്റ്നസ് പാർക്കിൻ്റെയും ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ ആരംഭിക്കുന്നത്. വളരെ നല്ല രീതിയിൽ ഒരു 10 ലക്ഷം രൂപ ചെലവാക്കിയാണ് ഈ ഫിറ്റ്നസ് പാർക്ക് നമുക്ക് കൊല്ലം ജില്ലാ പഞ്ചായത്ത് നമുക്ക് വേണ്ടി തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 10 ലക്ഷം രൂപ ചെലവാക്കിയാണ് ഈ ഓഡിറ്റോറിയം നമുക്ക് നവീകരിച്ച് ജില്ലാ പഞ്ചായത്ത് തന്നിട്ടുള്ളത്. 10ാം ക്ലാസ് പഠിക്കുന്ന അനന്തു നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിരിക്കുകയാണ്. അപ്പോൾ അനന്തുവിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നമ്മളൊരു നിമിഷം. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായിട്ടുള്ള വയനാട് ദുരന്തത്തിൽ മരിച്ച എല്ലാ ആളുകൾക്കും വേണ്ടി നമ്മൾ പൂതപ്പള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ എല്ലാവരും ചേർന്ന് നമുക്കൊരു നിമിഷം ഒന്ന് മൗനമായി പ്രാർത്ഥിക്കാം. വളരെ സന്തോഷിക്കേണ്ട, ആഹ്ലാദിക്കേണ്ട ഒരു സമയമാണ് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച്. ഒരു നാഴികക്കല്ല് കൂടി നമ്മൾ പിന്നിടുന്ന ഈ അവസരം. പക്ഷേ ഇപ്പോൾ നടന്നു വരുന്ന ചില ഇപ്പോഴത്തെ സാമൂഹിക പശ്ചാത്തലം നമ്മളെ ഒരു പരിധിക്കപ്പുറം സന്തോഷിക്കാൻ അനുവദിക്കുന്നില്ല. വിദ്യാഭ്യാസ രംഗത്ത്, അക്കാദമിക രംഗത്ത് മികച്ച നിലവാരം പുലർത്തി, ഒപ്പം കായിക രംഗങ്ങളിൽ മികച്ച നിലവാരം പുലർത്തി വരികയാണ് കൊല്ലം ജില്ലയിൽ. നമ്മൾ ഉദക്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്കൂളായി മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി കെ ഗോപൻ അവർകളാണ്. അപ്പോൾ സാറ് എല്ലാ അർത്ഥത്തിലും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ സ്കൂളിനോട് ഏറെ താല്പര്യം കാണിക്കുന്ന, സ്കൂള് വളരണമെന്ന് ആഗ്രഹിക്കുന്ന, സ്കൂള് എപ്പോഴും ഒരു പടി കൂടെ മുന്നോട്ട് പോകണം, മെച്ചപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സമീപനത്തിൽ അദ്ദേഹം നമ്മളോട് കാണിക്കുന്ന ഓരോ വർഷവും നമുക്ക് സ്കൂളിന് നൽകുന്ന പ്രോജക്റ്റുകൾ അത് പ്രകടമാണ്. വളരെ ആദരവോടുകൂടെ ഞാൻ
ഈ യോഗത്തിൽ ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PK ഗോപൻ അവർകളെ സ്നേഹത്തോടുകൂടെ ക്ഷണിക്കുന്നു. ഈ ഡിവിഷനെ പ്രതിനിധീകരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് അംഗം എന്നുള്ള രീതിയിൽ പ്രിയപ്പെട്ട ആശ മെമ്പറിൻ്റെ വലിയ ഒരു ഇടപെടൽ ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്ത ഫിറ്റ്നസ് സെൻ്ററിൻ്റെയും നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിൻ്റെയും ഉദ്ഘാടനം നടന്നതുമായി ബന്ധപ്പെട്ട വലിയൊരു ഇടപെടൽ പ്രിയപ്പെട്ട ആശ മെമ്പറുടെ ഭാഗത്തു നിന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഡിവിഷനിൽ വിവിധ സ്കൂളുകളുള്ളപ്പോൾ സ്കൂളുകൾക്ക് പ്രയോറിറ്റി നിശ്ചയിക്കുകയും ആ സ്കൂളിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് ജില്ലാ പഞ്ചായത്തിനോടൊപ്പം ചേർന്ന് നിന്ന് അതാത് ഡിവിഷനിലെ മെമ്പർമാർ നടത്തുന്ന ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത്തരത്തിൽ നല്ലൊരു പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. വളരെ ആദരപൂർവ്വം ഏറെ ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിനെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇതുപോലൊരു സ്കൂളാണ് വയനാട്ടിൽ ചൂരൽമലയിൽ തലേ ദിവസം രാത്രി വരെ ഉണ്ടായിരുന്ന ഒരു സ്കൂൾ അടുത്ത ദിവസം രാവിലെ, അതായത് അതിപുലർച്ചയിൽ ഉരുൾപൊട്ടലിൽ അപ്രത്യക്ഷമായിരിക്കുകയാണ്. എത്ര മനുഷ്യർ കൃത്യമായിട്ട് മരിച്ചെന്ന് ഇപ്പോഴും നമുക്കറിയാൻ പറ്റില്ല. അതിൻ്റെ എണ്ണം എടുക്കാൻ പറ്റിയിട്ടില്ല. ഡെഡ് ബോഡീസൊക്കെ ഈ അവശിഷ്ടങ്ങൾക്കകത്ത് അതിൻ്റെ റൂയിൻസിൻ്റെ അടിയിലൊക്കെ കിടക്കുകയാണ്. അത്ര ഭീകരമായ ഒരവസ്ഥ നമ്മുടെ സംസ്ഥാനത്ത് ഒരു സ്ഥലത്തുണ്ടായിരിക്കുകയാണ്. ഇപ്പൊ കായികാധ്വാനത്തിന്റെ അളവ് കുറവാണ്. ടെക്നോളജി വികസിക്കുന്നതനുസരിച്ച് കായികാധ്വാനത്തിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. ടെക്നോളജി നമുക്ക് ഓരോന്ന് നേടിത്തരുന്നത് കൊണ്ട് നമുക്കിപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്, ഞാൻ സ്കൂളിൽ പോകുമ്പോൾ രാവിലെ ഒരു 7-8 മണിക്കായിരുന്നു അത്. നമ്മൾ ഒരു 7, 6:30, 6:45 നടക്കും വീട്ടിൽ നിന്ന്. 1 മണിക്കൂർ നടന്നിട്ട് മാത്രമേ സ്കൂളിൽ എത്തുകയുള്ളൂ. തിരിച്ച് വൈകുന്നേരം ചിലപ്പോൾ ബസ്, ചിലപ്പോൾ നടന്നു വരും. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. ഞാനതിനെ വിശദീകരിക്കുന്നില്ല. അന്ന് വീട്ടിൽ നിന്ന് തരുന്ന വണ്ടിക്കൂലി എത്ര പൈസയെന്നറിയോ? ഒരു നേരം വണ്ടിക്ക് പോകാൻ, ബസ്സിൽ പോകാൻ 10 പൈസ വേണം. തിരിച്ചിങ്ങോട്ട് വരാൻ 10 പൈസ വേണം. അപ്പോൾ 20 പൈസ. മിക്കവാറും 20ന്റെ പൈസയുണ്ട്. അത് 20 പൈസയായിരിക്കും തരുന്നത്. ഇത്തിരി വിഷമത്തോടെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. കാരണം 10 പൈസ അങ്ങോട്ട് കൊടുക്കണം, 10 പൈസ ഇങ്ങോട്ട് കൊടുക്കണം, ബാലൻസ് ഇല്ല. അപ്പോൾ ഈ കടലയും വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് ചിലപ്പോൾ ഈ 10 പൈസ ബസ്സിൽ കൊടുക്കാതെ ഈ 6 കിലോമീറ്റർ 5 കിലോമീറ്റർ നടക്കും രാവിലെ. നടക്കുമ്പോൾ അന്ന് വലിയ വിഷമവും പ്രയാസമൊക്കെ തോന്നി, ഇങ്ങനെയൊക്കെ നടക്കണമല്ലോ എന്നൊക്കെ. ഇപ്പോൾ ആലോചിച്ചപ്പോൾ ആ നടത്തയാണല്ലോ നമ്മുടെ ശരീരത്തിൻ്റെ എക്സർസൈസ് കിട്ടിക്കൊണ്ടിരുന്നത് എന്നുള്ള സന്തോഷകരമായ കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് സ്കൂൾ ഗ്രൗണ്ടിൽ പോയിട്ട് ഫുട്ബോൾ കളിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളിക്കുക, ബാഡ്മിൻ്റനോ ഫുട്ബോളോ കളിക്കുക. ഇങ്ങനെ കഴിഞ്ഞു വന്ന ഒരു ആളുകളുടെ സെറ്റ് മാറിയിട്ട് ഇപ്പം നിങ്ങളുടെ തലമുറയിൽ എപ്പോഴും കേൾക്കുന്നത് പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പാഠപുസ്തകങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത്തേക്ക് മാത്രം, അതെല്ലാം വളരെ കൃത്യമായി ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷനും നിങ്ങളുടെ എയർ സർക്കുലേഷനും കൃത്യമായി നടക്കണം. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇൻഡോർ ഫിറ്റ്നസ് പാർക്ക് വളരെ ആധുനിക രീതിയിലുള്ള അത്യന്താധുനികമായിട്ടുള്ള ഉപകരണങ്ങളാണ് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. നമ്മുടെ ടീച്ചേഴ്സ് വളരെ ശ്രദ്ധിച്ച് അവരവരുടെ ക്ലാസ്സിലെ കുട്ടികളെ പരമാവധി അത് ഉപയോഗപ്പെടുത്താൻ ഒരു പ്രോഗ്രാം നിങ്ങൾ ചാർട്ട് ചെയ്യണം. അധ്യാപകർ പ്രോഗ്രാം ചാർട്ട് ചെയ്തുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും പരമാവധി അതിൻ്റെ പ്രയോജനം ലഭിക്കത്തക്ക ഒരു സൗകര്യം ഉണ്ടാക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ഇങ്ങനെ പ്രസംഗിച്ച് മറ്റു കാര്യങ്ങളും തമാശകളും ഒക്കെ പറയാൻ പറ്റുന്ന ഒരു ദിവസമല്ല. നമ്മുടെ സഹജീവികൾ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നവരുണ്ട്, മരണത്തിന് വിധേയപ്പെട്ടു പോയവരുണ്ട്. മനുഷ്യരുടെ ആകെ ഹൃദയത്തെ ദ്രവീകരിച്ച ആ സംഭവത്തിൽ ഒരു അനുശോചനം നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് രേഖപ്പെടുത്തിയതാണ്. ആ അനുശോചനം ഒരിക്കൽ കൂടി നമ്മൾ അവരുടെ മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി. ഇവിടെ അപ്പോൾ കൊച്ചുകുട്ടികൾക്ക് നല്ല ആരോഗ്യം ലഭിക്കണം, അവർക്ക് നല്ല എക്സർസൈസ് ഉണ്ടാകണം,
അവർക്ക് നല്ല കായിക മികവുണ്ടാകണം എന്ന നിലയിലാണ് ഫിറ്റ്നസ് പാർക്ക് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം തന്നെ ഒരു വലിയ വിദ്യാഭ്യാസ മേഖല മാത്രമല്ല, വിദ്യാഭ്യാസത്തോളം നമ്മുടെ ഭാവിയിൽ കേവലമായിട്ട് വിദ്യാഭ്യാസമല്ല, മറിച്ച് ആരോഗ്യ മേഖലയിൽ, സാംസ്കാരിക മേഖലയിൽ, എല്ലാ മേഖലയിലും ഇടപെടത്തക്ക നിലയിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖല മാറിക്കൊണ്ടിരിക്കപ്പെടുകയാണ്. അതിന് ഭാവനാപൂർവമായിട്ട് നേതൃത്വമായി മാറുവാൻ നമ്മുടെ ജില്ലാ പഞ്ചായത്തിന് ഡോക്ടർ പി.കെ. ഗോപൻ നേതൃത്വം കൊടുക്കുന്ന, ശ്രീമതി ശ്രീജ ഹരീഷ് നേതൃത്വം കൊടുക്കുന്ന ജില്ലാ പഞ്ചായത്തിന് കഴിയുന്നുണ്ട്. അതിൻ്റെ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ ഭൂതകുളം പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കിയ ജില്ലാ പഞ്ചായത്തിനെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനം. വളരെ മനോഹരമായ ഒരു ഫിറ്റ്നസ് പാർക്കിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ഡോക്ടർ പി.കെ. ഗോപൻ സാർ നിർവഹിച്ചത്. നിരവധി തവണ ഇവിടെ വന്നു പോയിട്ടുള്ള ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികൾക്കടക്കം, ഇവിടുത്തെ അധ്യാപകർക്കടക്കം, ഇവിടുത്തെ PTA-കാർക്ക് എല്ലാം അറിവുള്ള കാര്യമാണ്. കാരണം 2 താബൂക്ക് കട്ടയെടുത്ത് വെച്ച് അതിൽ കയറുമ്പോൾ വീഴുമോ എന്ന് പേടിച്ചുകൊണ്ട് നമ്മുടെ MLA ഉൾപ്പെടെ ഈ വേദിയിൽ കയറിയ സാഹചര്യം നിലനിന്ന അവിടെ നിന്നാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ എൻ്റെ ഡിവിഷനിലെ ഈ ഫണ്ട് ഉപയോഗിച്ച് ഈ ഓഡിറ്റോറിയം നവീകരിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ആ ഫണ്ട് മാറ്റുകയും ആ പരിപാടി ചെയ്യുകയും ചെയ്തത്. അതുപോലെ തന്നെ അതിനേറെ അത്യാവശ്യം ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ ആരോഗ്യ സംരക്ഷണത്തിനെല്ലാം അനിവാര്യമായ ജില്ലയിലെ തന്നെ 2 സ്കൂളുകൾക്ക് മാത്രം ആദ്യഘട്ടത്തിൽ കൊടുത്ത ആ ഒരു ഫിറ്റ്നസ് പാർക്ക് എൻ്റെ ഡിവിഷനിൽ കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ ഏറെ അഭിമാനിക്കുന്നു. ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇതിനോടൊപ്പം സഹകരിച്ച ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പളും അതുപോലെ തന്നെ HM PTA പ്രസിഡന്റ് അടക്കം എല്ലാവർക്കും ഈ അവസരത്തിൽ സന്തോഷത്തോടെ നന്ദി അറിയിച്ചുകൊണ്ട്, എനിക്ക് ഏറെ മനോഹരമായി ഇത് നിർവഹിക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം കൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ഞാൻ എൻ്റെ 2 വാക്ക് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. എല്ലാ വിഷയങ്ങളിലും ഇവിടെ പ്രതിപാദിച്ച് സംസാരിച്ചു കഴിഞ്ഞു. ഒളിഞ്ഞുകിടന്ന ഓഡിറ്റോറിയത്തിൽ ഞാൻ പലതവണ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായി ഇത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കുട്ടികളുടെ ആരോഗ്യത്തിനും അവരുടെ കായിക വിനോദങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള ഈ ഫിറ്റ്നസ് പാർക്കിന് നിങ്ങൾ അതിൻ്റെ എല്ലാ വശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ, അത് നേരത്തെ ഗോപൻ സാർ പറഞ്ഞതുപോലെ കൃത്യമായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും ഒരു പാളിച്ചകൾ സംഭവിക്കാതെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടിയും വരുന്ന കുട്ടികൾക്ക് വേണ്ടിയും അത് ഉപയോഗപ്രദമാകട്ടെ. നമ്മുടെ ഇന്നത്തെ തലമുറ പല വിഷയങ്ങളിലും ആരോഗ്യപരമായും മാനസികപരമായും പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ഫിറ്റ്നസ് പാർക്കാണ് നമ്മുടെ സ്കൂളിന് വേണ്ടി ലഭിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരും, മക്കളെല്ലാവരും അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുകയും നാളെ വരുന്ന നമ്മുടെ അനുജന്മാർക്കും അനുജത്തിമാർക്കുമായി അത് നല്ല രീതിയിൽ സംരക്ഷിക്കുകയും ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നടത്തുന്നു. വളരെ സന്തോഷം ഉണ്ട് ഇത്തരത്തിലുള്ള PTA പ്രസിഡന്റുമാർ സ്കൂളുകൾക്ക് ഉണ്ടാകുന്നത്. നമ്മുടെ സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനവും വിദ്യാഭ്യാസ മേഖലയൊക്കെ നന്നായിട്ട് മുന്നേറാൻ സാധിക്കും. പ്രിയപ്പെട്ട ബൈജി സാറിനെ ആശംസ അറിയിക്കുന്നതിനായി ക്ഷണിക്കും. തീർച്ചയായിട്ടും നമ്മൾ ഓരോ പടികളും പതുക്കെ കടക്കുകയാണ്. ഏകദേശം ഫൈനൽ സ്റ്റേജിലേക്ക് പോവുകയാണ്. നമ്മൾ ഓഡിറ്റോറിയം ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു, അത് ശരിയായി. നമ്മൾ പോലും പ്രതീക്ഷിക്കാതെയാണ് നമുക്ക് ഈ ഫിറ്റ്നസ് പാർക്ക് നമുക്ക് കിട്ടുന്നത്. എന്തായാലും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് വേണ്ടി നമ്മളെ ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് നമുക്ക് കൊണ്ടുതരുന്നതിന് നമ്മുടെ ഡിവിഷൻ മെമ്പർ ശ്രീമതി ആശാദേവി നമ്മളോട് കാണിക്കുന്ന സ്നേഹം തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും വിസ്മരിക്കത്തില്ല. ആശാദേവിയുടെ ശ്രമഫലമായി തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വരുന്നത്. ഫണ്ട് വരുമ്പോൾ തന്നെ ആ ഫണ്ട് എങ്ങനെ വിനിയോഗിക്കണമെന്ന് ആശാദേവി തീർച്ചയായിട്ടും നമ്മൾ വിളിച്ചു പോയിരിക്കും. അതിനനുസരിച്ച് ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫണ്ട് നമുക്ക് തരുന്നത്. യഥാർത്ഥത്തിൽ ഇതിന് 5 ലക്ഷം രൂപയാണ് ഈ നവീകരിച്ച ഫണ്ടിന് വച്ചിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള മനസ്സുള്ള ജില്ലാ ഡിവിഷൻ മെമ്പറാണ് നമുക്കുള്ളത്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. ഇനിയും നമുക്ക് പല പരിപാടികളും ചെയ്തു തീർക്കാനായിട്ടുണ്ട്. ഈ ചടങ്ങിൽ എല്ലാവരും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാർത്ത അവസാനിപ്പിക്കുന്നു. ആരെങ്കിലും വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ചോദിക്കും, നിങ്ങൾ ഇന്ന് എന്ത് പരിപാടിക്ക് പോയി, അവിടെ ആരാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് ചോദിച്ചാൽ അത് പറയണം. അത് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായ ഗോപൻ സാറാണ്. അതിന് നമുക്ക് ഇവിടെ കൊണ്ടു തന്നത് സാധനങ്ങൾ 2 സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നു. പരിപാടി ഉണ്ടായിരുന്നു, ഒരു ഓഡിറ്റോറിയത്തിൻ്റെ നവീകരണം ഉണ്ടായിരുന്നു, ഒരു ഫിറ്റ്നസ് പാർക്കിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അതിനൊക്കെ നേതൃത്വം കൊടുത്ത് അത് നമ്മളെ കൈകളിലേക്ക് എത്തിച്ചു തന്നത് ആശാദേവി എന്ന് പറയണ അല്ലേ, വളരെ ബഹുമാനിയാണ്. അതിന് വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെട്ട വ്യക്തിയാണ് തള്ളണേന്ന് പറഞ്ഞ്. അതുകൊണ്ടല്ല,
ചേച്ചി എന്ന് പറയണത് അതിന് വേണ്ടിയിട്ട് നമ്മുടെ PTA ഒരു അഭിപ്രായം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആണേ മക്കളെ, ആണേ. അതുകൊണ്ട് അടുത്ത വർഷം ആ ചേച്ചി തന്നെ വരട്ടില്ലേ മക്കളെ. ഞാൻ എൻ്റെ കാര്യം നോക്കി പോകും. 2 വാക്ക് പറഞ്ഞുകൊണ്ടാ. ഈ കായിക നിലവാരമായാലും ശരി, പഠന നിലവാരം ശരി, എല്ലാത്തിലും നിങ്ങൾ മികവ് പുലർത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പൂതക്കുളത്ത് അഭിമാനകരമായ നേട്ടങ്ങൾ പല രീതിയിലും, അതായത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും കായികപരമായിട്ടായാലും ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം പൂതക്കുളം സ്കൂള്. ഇതിന് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അധ്യാപകർ, പിന്നെ വിദ്യാർത്ഥികൾ, പിന്നെ ഇതിന് സപ്പോർട്ട് ചെയ്ത് എല്ലാം ചെയ്യുന്ന നമ്മുടെ പ്രിൻസിപ്പള്, HM, നമ്മുടെ സ്കൂളിൻ്റെ നല്ല പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അധികം ചുക്കാൻ പിടിക്കുന്ന നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ബൈജു സാറ്. നമുക്ക് ലഭിച്ച ഈ സൗഭാഗ്യങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുത്താൻ സാധിക്കട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം നിങ്ങളിൽ നിന്നുണ്ടാകണം. ആരും അത് ദുരുപയോഗം ചെയ്യാതെ നല്ല രീതിയിൽ അതിനെ ഉപയോഗിച്ച് നിങ്ങളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കണം. വളരെ അഭിമാനകരമായിട്ടാണ് ഞാൻ വിളിക്കുന്നത്. കാരണം കൊണ്ടല്ല, ഞാൻ ഈ സ്കൂളിലേക്ക് വരുമ്പോൾ ഈ കുട്ടികളുടെ ടാലൻറ്റ്, ആ ടാലൻറ്റ് എനിക്ക് മുന്നേ തന്നെ അറിയാം. കാര്യം ഞാൻ ഇവിടെ സ്കൂളിൽ വരുന്നപ്പോൾ ഇവിടുത്തെ കുട്ടികളെ ഞാൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടാലൻറ്റ് എനിക്ക് മുന്നേ അറിയാം. കാര്യം ഞാൻ അഭിമാനപരമായിട്ട് തന്നെ നിൽക്കുന്നത് ഒരു കുടൽ കമഴ്ത്തിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു കാര്യമില്ല. കാര്യം ആ ഒരു ടാലൻറ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ. പക്ഷേ ആ കുട്ടികൾ ഓൾറെഡി ഈ കുട്ടികൾ ടാലൻ്റാണ്. അതുകൊണ്ട് മാത്രമാണ് എൻ്റെ നേട്ടമല്ല ഇതെല്ലാം നിങ്ങളായ കുട്ടികളുടെ ആ ഒരു കഴിവാണ്. എനിക്കതിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് തരാനേ പറ്റിക്കൂടാണ്. പക്ഷേ ബേസിക്കലി നിങ്ങളുടെ കഴിവാണ്. ആ കഴിവിന് മാത്രമാണ് ഞാനൊന്ന് വാർത്തെടുത്തിരിക്കുന്നത്. അത് പഠിത്തത്തിലായാലും, അത് സ്പോർട്സ് ആക്ടിവിറ്റീസിലും, ആർട്സിലായാലും, എന്തിലായാലും. പൊതുവിദ്യാഭ്യാസ രംഗത്ത് പൊതുവിദ്യാലയങ്ങളിൽ ഈ വർഷം കണക്കെടുത്തപ്പോൾ, അഡ്മിഷൻ നടന്നപ്പോൾ വിദ്യാലയങ്ങളിലെല്ലാം കുട്ടികളുടെ എണ്ണം കുറയുന്നു. പക്ഷേ നമ്മുടെ സ്കൂളിൽ 5ാം ക്ലാസ്സിൽ ഒരു ഡിവിഷൻ കൂടി, 8ാം ക്ലാസ്സിൽ ഒരു ഡിവിഷൻ കൂടി, 9ാം ക്ലാസ്സിൽ ഒരു ഡിവിഷൻ കൂടി. അതാണ് ഏറ്റവും വലിയ കാര്യമായി ഞാൻ കരുതുന്നത്. ഒരു ഗവൺമെൻറ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പുരോഗതിക്ക് ഏറ്റവും ഭൗതിക സാഹചര്യങ്ങളിൽ നമ്മെ സഹായിക്കുന്നത് ത്രിതല പഞ്ചായത്തുകളാണ്. അപ്പോൾ കഴിഞ്ഞ അക്കാഡമിക് ഇയർ മാത്രം നമ്മുടെ സ്കൂളിൽ 30 ലക്ഷം രൂപയുടെ വികസനം മറ്റേതെങ്കിലും സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പൂതക്കുളം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിന്റെ അഭിമാനമാണ് ഈ വിദ്യാലയം. അക്കാദമിക രംഗത്തും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഉയർന്ന വിജയ ശതമാനമുണ്ട്. ഭൗതിക സാഹചര്യങ്ങളിലും നമ്മൾ മെച്ചപ്പെട്ടു വരുന്നു. ഇനിയും നമുക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്. നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായും അറിയാവുന്ന നമ്മുടെ ഡിവിഷൻ മെമ്പർ അല്ല, തൊട്ടടുത്ത ഡിവിഷൻ മെമ്പർ ആണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളിലും നമ്മോടൊപ്പം നിൽക്കുന്ന, ഇനി ഭാവിയിൽ നമ്മുടെ MLA ഒക്കെ ആയി വരാൻ കഴിയുന്ന, അങ്ങനെ കഴിയട്ടെ, അങ്ങനെ MLA ആയി വരുമ്പോൾ നമ്മുടെ സ്കൂളിലേക്ക് ഇപ്പോഴേ ഞാൻ അഡ്വാൻസായി അഭ്യർത്ഥിക്കുകയാണ്. MLA ഫണ്ടിൽ നിന്നും വികസന പ്രവർത്തനങ്ങൾ, വികസനങ്ങളുടെ പെരുമഴ എത്തിക്കാൻ ശ്രീമതി ശ്രീജ ഹരീഷിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുത്തതിന് ഏറെ ആദരവോടെ നന്ദി രേഖപ്പെടുത്തുന്നു. കൃത്യസമയത്ത് ഇവിടെ എത്തി ഈ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു. നമ്മുടെ സ്കൂളിനോട് അദ്ദേഹത്തിനും വ്യക്തമായ നമ്മുടെ സ്കൂളിനോട് ഒരു കാഴ്ചപ്പാടുണ്ട്. നമ്മുടെ വികസന പ്രവർത്തനങ്ങളിലെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഡോക്ടർ PK ഗോപൻ അവർക്ക് ഈ സ്കൂളിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ യോഗം വിജയിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കരുതാമെങ്കിൽ അതിൽ ഒരു നിർണായക പങ്ക് വഹിച്ചത് എൻ്റെ അധ്യാപകരാണ്. അവർക്ക് കൃത്യമായും ഡ്യൂട്ടി കൊടുത്തു. ആ ഡ്യൂട്ടി അനുസരിച്ച് കഴിഞ്ഞ ദിവസം ഇന്നലെ മുതൽ തന്നെ ഇതിൻ്റെ അലങ്കാര പ്രവർത്തനത്തിനായാലും NCC SPC ഉൾപ്പെടെയുള്ള ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടികളായാലും അതുപോലെ തന്നെ റിഫ്രഷ്മെൻറ്റിൻ്റെ ഡ്യൂട്ടി ആയാലും എല്ലാ കാര്യങ്ങളും കൃത്യമായും ചെയ്ത് ഈ യോഗത്തിൻ്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് സ്നേഹത്തിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി എനിക്ക് അവസാനമായി നന്ദി രേഖപ്പെടുത്താനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട മക്കളോടാണ്. അങ്ങനെ ഈ ചടങ്ങിലും ഈ ഫിറ്റ്നസ് പാർക്കിൻ്റെയും ഓഡിറ്റോറിയത്തിൻ്റെയും പൂർണ്ണതയിൽ സഹായിച്ച എല്ലാ വ്യക്തികൾക്കുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മൾ ഇവിടെ ഡയസിലുള്ളവർ ഇരുന്നു, നിങ്ങളും ഇരിക്കുകയാണ്. പക്ഷേ നിരവധി അധ്യാപകർ നിങ്ങളോടൊപ്പം നിന്നുകൊണ്ടാണ് ഈ ഒരു പരിപാടി വിജയിപ്പിച്ചത്. അപ്പോൾ നിങ്ങളുടെ കൂടെ ഇത്തരത്തിലുള്ള അധ്യാപകർ
അവർ നമ്മുടെ മുതൽക്കൂട്ടാണ്. ഞാൻ പറയുന്നത് മാക്സിമം അവരെ ചൂഷണം ചെയ്യുക എന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മുടെ പഠിത്തത്തിന് അറിവ് കൂട്ടുവാൻ അവരെ മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ യോഗം അവസാനിപ്പിച്ചു. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तब शुभ नामे जाहे तब शुभ आशीष माहे गाहे तब जय गाथा जनगण मंगलदा